അപ്പോൾ നമ്മൾ നല്ല കിഡിലിനൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കൊടുക്കുകയാണേ. പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചതച്ച ഇഞ്ചി, മുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണേ. തൊണ്ടമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് അരി അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിക്ക് ആനുപാതികമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ ബിരിയാണിക്ക് വേണ്ട അരി കഴുകിയെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി തോർത്ത് വെച്ചിരുന്ന അരിയാണ്. ഇനി നമുക്ക് ഇത് തിളച്ച് വരുന്ന വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് അണച്ചിട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റി ദമ്മാവും. നമ്മൾ ഇതുവരെ ചേർത്തിട്ടുള്ളത് മട്ടൻ ചേർത്തിട്ടുണ്ട്, സവോള ചേർത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ട്, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് ചേർക്കാം. പിന്നെ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ച തൊണ്ടമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാനുള്ള പൈനാപ്പിൾ ചെത്തി എടുക്കുകയാണേ. ഇതിന് മുമ്പ് നമ്മൾ ബിരിയാണിയുടെ വീഡിയോ ഇട്ട സമയത്ത് പൈനാപ്പിൾ ഇടുന്ന കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പൈനാപ്പിളൊക്കെ എന്തിനാണ് ബിരിയാണി ഇടുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ബിരിയാണികളിൽ മിക്കപ്പോഴും നമ്മൾ പൈനാപ്പിൾ ചേർക്കാറുണ്ട്. അത് റൈസ് കഴിക്കുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ ബിരിയാണിയുടെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാനായിരുന്നാലും നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ മട്ടൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണിയിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് കുറച്ച് വൈറ്റ് പേപ്പർ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പ്, ഏലക്കയൊക്കെ പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ മസാല ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഫുള്ള് ദമ്മാക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് മസാലയ്ക്ക് മുകളിലായിട്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. നമ്മൾ കുറച്ച് പൈനാപ്പിൾ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി ഇതെല്ലാം കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലെല്ലാം കൂടെ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം.